നമസ്കാരം. ടൈം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. നയപരവും സംഘടനാപരവുമായ അഭിപ്രായ ഭിന്നതകൾ ശക്തിപ്പെട്ട CPM പ്രതിസന്ധിയിലാണെന്ന് RMP സെക്രട്ടറി N. വേണു. പുതിയാപ്പയിൽ മത്സ്യബന്ധനത്തിന് പോയ ബോട്ട് തകർന്നു. സ്വകാര്യ ഗോഡൌണുകളെ ആശ്രയിക്കുന്നതിന് പകരം സിവിൽ സപ്ലൈസ് നടുവട്ടത്തെ CDA ഗോഡൌൺ ഉപയോഗിക്കണമെന്ന് സപ്ലൈകോ ഗോഡൌൺ ജില്ലാ ഡിപ്പോയിലെ സംയുക്ത ട്രേഡ് യൂണിയൻ. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. വിശദമായ വാർത്തകളിലേക്ക്. നയപരവും സംഘടനാപരവുമായ അഭിപ്രായ ഭിന്നതകൾ ശക്തിപ്പെട്ട CPM പ്രതിസന്ധിയിലാണെന്ന് RMP സെക്രട്ടറി N. വേണു. വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസോടെ CPM പിളരാനുള്ള സാധ്യതയുണ്ടെന്നും RMP നേതാക്കൾ. നയപരവും സംഘടനാപരവുമായ അഭിപ്രായ ഭിന്നതകൾ ശക്തിപ്പെട്ട് വലിയ പ്രതിസന്ധിയെയാണ് CPIM നേരിടുന്നതെന്ന് റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി സെക്രട്ടറി N. വേണു പറഞ്ഞു. കോഴിക്കോട് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPIM ബൂർഷ്വാ പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസോടെ CPIM പിളരാനുള്ള സാധ്യതയാണുള്ളത്. നയപരമായ വ്യതിയാനവും പ്രത്യയശാസ്ത്രപരമായ ദാരിദ്ര്യവും CPIMനെ വേട്ടയാടുകയാണ്. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ഉന്നതതല ഗൂഢാലോചന അന്വേഷിക്കേണ്ടതില്ലെന്ന CBI നിലപാട് പരിഹാസ്യമാണെന്നും RMP ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായ ആശയപരവും സംഘടനാപരവുമായുള്ള പ്രശ്നങ്ങൾ CPIMൽ വളരെ ഏറെ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുകയാണ്. സാധാരണയിൽ പാർട്ടി കോൺഗ്രസിൽ ചർച്ച ചെയ്യേണ്ടുന്ന അടവ് നയം സംബന്ധിച്ചുള്ള രാഷ്ട്രീയ രേഖ പാർട്ടിയിൽ ഉടനീളം ചർച്ച ചെയ്യപ്പെടുകയും അതിന്റെ ഭേദഗതികൾ പാർട്ടി കോൺഗ്രസ് അംഗീകരിക്കുകയും തള്ളേണ്ടവ തള്ളുകയും ചെയ്യുക എന്ന് പറയുന്ന ജനാധിപത്യ ഉൾപാർട്ടി ചർച്ച സംവിധാനമായിരുന്നു CPIMൽ. പുതിയാപ്പയിൽ മത്സ്യബന്ധനത്തിന് പോയ ബോട്ട് തകർന്നു. മറ്റൊരു ബോട്ടുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ നിന്നും അത്ഭുതകരമായാണ് മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെട്ടത്. ബുധനാഴ്ച രാത്രി 12 മണിയോടെയാണ് സംഭവം. പുതിയാപ്പയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ശ്രീലക്ഷ്മി എന്ന ബോട്ടിനെ എതിരെ വന്ന മറ്റൊരു ബോട്ട് ഇടിക്കുകയായിരുന്നു. പുതിയാപ്പ താഴത്തെ പീടികയിൽ രാജൻ എന്നയാളുടേതാണ് ബോട്ട്. മത്സ്യബന്ധനത്തിന് പോയ 6 പേരടങ്ങുന്ന സംഘമാണ് ബോട്ടിലുണ്ടായിരുന്നത്. 10 ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. ഇടിയുടെ ആഘാതത്തിൽ ബോട്ടിന്റെ അടിഭാഗം പൂർണ്ണമായും ഇളകി, ഇരുവശങ്ങൾ പൂർണ്ണമായും തകർന്നു. കൂടാതെ ബോട്ടിന്റെ സ്റ്റോർ റൂമിനും തകരാറുകൾ സംഭവിച്ചു. ഈ കാരണങ്ങൾ കൊണ്ട് ബോട്ട് പൂർണ്ണമായും പൊളിച്ചുമാറ്റി മറ്റൊരു ബോട്ട് പണി കഴിപ്പിക്കാനേ ഇനി സാധ്യമാക്കുകയുള്ളൂ. എന്നാൽ ഇടിച്ച ബോട്ട് നിർത്താതെ പോയ കാരണത്താൽ ഏറെ പ്രയാസപ്പെട്ടാണ് ഈ 6 അംഗ സംഘം കരക്കെത്തിയത്. കാലാവസ്ഥ അനുകൂലമായതിനാൽ വൻ ദുരന്തം ഒഴിവായി. സംഭവത്തിൽ കോസ്റ്റൽ പോലീസിനും വെള്ളയിൽ പോലീസിനും പരാതി നൽകിയിട്ടുണ്ട്. സ്വകാര്യ ഗോഡൌണുകളെ ആശ്രയിക്കുന്നതിന് പകരം സിവിൽ സപ്ലൈസ് നടുവട്ടത്തെ CDA ഗോഡൌൺ ഉപയോഗിക്കണമെന്ന് സപ്ലൈകോ ഗോഡൌൺ ജില്ലാ ഡിപ്പോയിലെ സംയുക്ത ട്രേഡ് യൂണിയൻ. സ്വകാര്യ ഗോഡൌണുകൾ ഉപയോഗിക്കുന്നത് അഴിമതിക്ക് വഴിയൊരുക്കുമെന്നും അവർ പറഞ്ഞു. ജില്ലയിലെ ഭക്ഷ്യധാന്യങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്നതിനുള്ള സൌകര്യങ്ങൾ അപര്യാപ്തമാണെന്നും നിലവിലുള്ള സർക്കാർ സംവിധാനങ്ങൾ പോലും സിവിൽ സപ്ലൈസ് ഉപയോഗിക്കുന്നില്ലെന്നും സപ്ലൈകോ ഗോഡൌൺ ജില്ലാ ഡിപ്പോയിലെ സംയുക്ത ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ പറഞ്ഞു. സ്വകാര്യ ഗോഡൌണിനെ ആശ്രയിക്കുന്നതിനു പകരം നടുവട്ടത്തെ CDA ഗോഡൌൺ ഉപയോഗിക്കാൻ സിവിൽ സപ്ലൈസ് തയ്യാറാകണമെന്ന് ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. അതല്ലെങ്കിൽ അത് പൊതുമാർക്കറ്റിൽ വെച്ച് വിൽക്കപ്പെടുന്നു, അതല്ലെങ്കിൽ പലപ്പോഴും അത് അപൂർവമായി പിടിക്കപ്പെടുന്നു. ഇതൊരു നെറ്റ്വർക്കാണ്. സാധാരണ നിലയിൽ ഈ റേഷൻ കച്ചവടക്കാർ യഥാർത്ഥത്തിൽ പലപ്പോഴും ഇതിൻ്റെ ഭാഗമായി വരാറില്ല. ഇത് ഗോഡൌണുകളിൽ നിന്ന് തന്നെ ഇത് മറിച്ച് നൽകുകയും സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥന്മാരുടെ പൂർണ്ണമായ ഒത്താശയോടുകൂടി ഇതിൻ്റെ ചില കച്ചവടക്കാരും ഏജന്റുമാരും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മാഫിയ സംഘം പ്രത്യേകിച്ചും കോഴിക്കോട്ടുണ്ട്. സ്വകാര്യ ഗോഡൌണുകൾ ഉപയോഗിക്കുന്നത് അഴിമതിക്ക് വഴിവെക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. സപ്ലൈകോ സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചു. 10 മുതൽ 50 രൂപ വരെയാണ് വർധനവ്. സാധനങ്ങൾക്ക് കൺസ്യൂമർ ഫെഡിനേക്കാൾ കൂടുതൽ വിലയാണ് ഇനി മുതൽ സപ്ലൈകോവിൽ നൽകേണ്ടി വരിക. പൊതുവിപണി വിലയിൽ നിന്നും നേരിയ വ്യത്യാസം മാത്രമേ സപ്ലൈകോ സാധനങ്ങൾക്കും ഇനി ലഭിക്കൂ. സപ്ലൈകോ സബ്സിഡി സാധനങ്ങളുടെ വില ഒറ്റയടിക്കാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 55 രൂപയിൽ ഒതുങ്ങിയ ചെറുപയർ 77 രൂപയായി വർദ്ധിപ്പിച്ചു. ഉഴുന്നുവില 42 നിന്നും 76 കുതിച്ചു. നിത്യോപയോഗ സാധനങ്ങളിൽ പ്രധാനിയായ തുവരപ്പരിപ്പിന് ഒറ്റയടിക്ക് 22 രൂപയാണ് കൂട്ടിയത്. 45 നിന്നും 67 രൂപ നൽകേണ്ട അവസ്ഥയാണിപ്പോൾ. 60 രൂപയുണ്ടായിരുന്ന മല്ലിക്ക് 112 റെക്കോർഡ് വിലയുമായി. വെളിച്ചെണ്ണ 125 നിന്നും 151 വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ആകെ മൊത്തം കൺസ്യൂമർ ഫെഡിനേക്കാൾ കൂടുതൽ വില സപ്ലൈകോയിൽ ഇനി മുതൽ നൽകേണ്ടി വരുമെന്ന അവസ്ഥ.
സപ്ലൈകോ സബ്സിഡി ഇനത്തിൽ 20 മുതൽ 30% വരെ നൽകേണ്ടതുള്ളൂ എന്ന സർക്കാരിന്റെ ഉത്തരവിന്റെ പിൻബലത്തിലാണ് വിലവർദ്ധനവ്. സർക്കാർ സാമ്പത്തിക സഹായം നൽകുന്നില്ലെന്ന കാരണത്താൽ സപ്ലൈകോ പ്രതിസന്ധിയിലാണെന്ന ന്യായവും അധികൃതർ നിരത്തുന്നുണ്ടെങ്കിലും വിലവർദ്ധനവ് സാധാരണക്കാരന് ഇരുട്ടടിയായിരിക്കുകയാണ്. ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി ദി കാലിക്കറ്റ് കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിന്റെ ലോഗോ പ്രകാശനം നടന്നു. മേയർ പ്രൊഫസർ എ കെ പ്രേമചന്ദ് ഉദ്ഘാടനം ചെയ്തു. ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി ദ കാലിക്കറ്റ് കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിന്റെ ലോഗോ പ്രകാശനം നടന്നു. മേയർ എ കെ പ്രേമചന്ദ് ലോഗോ പ്രകാശനം നിർവഹിച്ചു. നാം ബാങ്കിൽ നിന്ന് മനസ്സിലാക്കുന്ന സ്ഥാപനങ്ങളും ഇന്ന് ധനകാര്യ സ്ഥാപനങ്ങളെന്ന് വിളിക്കപ്പെടുന്ന സ്ഥാപനങ്ങളും തമ്മിൽ ഏറെ വ്യത്യാസമുണ്ട്, ഏറെ അന്തരമുണ്ട്. ആ പഴയ ബാങ്കുകളുടെ ചിട്ടയോ സാമൂഹ്യ സേവന മനസ്ഥിതിയോ ഇന്ന് പൊതുവെ ധനകാര്യ സ്ഥാപനങ്ങൾ എന്നറിയപ്പെടുന്ന സ്ഥാപനങ്ങൾക്കുണ്ടോ എന്ന് മനസ്സിലാക്കണം. ബാങ്ക് ചെയർമാൻ എ ടി അബ്ദുള്ളക്കോയ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ വി എസ് ഗോപകുമാർ, ജനറൽ മാനേജർ ടി രാഗേഷ്, ഡയറക്ടർ ടി ദാസൻ, കെ ദാമോദരൻ, പി ടി ആസാദ്, കെ ടി സജിത, സി അശോകൻ, പി ആർ സുനിൽ സിംഗ് തുടങ്ങിയവർ സംബന്ധിച്ചു. നഗരത്തിലെ പ്രധാന റോഡുകളിലൊന്നായ അരവിന്ദ് ഘോഷ് റോഡ് തകർന്നിട്ട് മാസങ്ങളായി. ഒരു കുഴിയിൽ നിന്നും മറ്റൊരു കുഴിയിലേക്ക് വീഴുന്ന അവസ്ഥയിലാണ് വാഹനങ്ങൾ ഈ റോഡിലൂടെ കടന്നുപോകുന്നത്. ഓഫ് റോഡ് ഡ്രൈവിംഗിന്റെ സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു റോഡിൽ തന്നെ അതിനുള്ള സൗകര്യമുണ്ട്. ഈ റോഡിലെ കുഴികൾ ഇതിലൂടെ വാഹനമോടിക്കുന്ന ഏതൊരാളെയും സാഹസികനാക്കി മാറ്റും. അല്ലെങ്കിൽ സാഹസികനല്ലാത്ത ഒരാൾക്ക് ഈ റോഡിലൂടെ വാഹനമോടിക്കാൻ കഴിയില്ല എന്നും പറയാം. പറഞ്ഞു വരുന്നത് അരവിന്ദ് ഘോഷ് റോഡിനെ പറ്റിയാണ്. ഒരു കുഴിയിൽ നിന്ന് മറ്റൊരു കുഴിയിലേക്കുള്ള പ്രയാണമാണ് ഈ റോഡിലൂടെയുള്ള യാത്ര. ചില സ്ഥലങ്ങളിൽ കുഴികളെന്നത് വലിയ ഗർത്തങ്ങളായി തന്നെ മാറിയിട്ടുണ്ട്. ഈ സ്ഥിതി ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. അരവിന്ദ് ഘോഷ് റോഡ് തകർന്നിട്ട് മാസങ്ങൾ ഒരുപാട് കഴിഞ്ഞു. നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ ഭാഗത്ത് ആയതുകൊണ്ട് തന്നെ ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഇതിലൂടെ കടന്നുപോകുന്നത്. വലിയങ്ങാടിയിൽ നിന്ന് ചരക്കുമായി പോകുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ ഈ റോഡിനെയാണ് ആശ്രയിക്കുന്നത് എന്നതും വസ്തുതയാണ്. മഴ പെയ്യുന്നതോടെ റോഡേത് കുഴിയേത് എന്ന് മനസ്സിലാക്കാനാകാതെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും ഇവിടെയുള്ളവർ എത്രയോ തവണ കണ്ടിരിക്കുന്നു. അധികാരികളുടെ കണ്ണിൽ മാത്രം ഇതൊന്നും പെടുന്നില്ലേ എന്നാണ് ഇതിലൂടെ സഞ്ചരിക്കുന്ന ഏതൊരാളും ചോദിച്ചു പോകുന്നത്. ക്യാമറമാൻ നസ്രുള്ളക്കിനൊപ്പം രാകേഷ് പാലാഴി, ടൈം ന്യൂസ്. നാവിൽ കൊതിയൂർന്ന കേക്കുകൾ ഒരുക്കാൻ ആഘോഷമാക്കിയ ഒരു കേക്ക് മിക്സിംഗ്. ക്രിസ്മസിനോട് അനുബന്ധിച്ച് അസ്മ ടവറിലാണ് ക്രിസ്മസ് കേക്ക് മിക്സിംഗ് ഒരുക്കിയത്. നാവിൽ കൊതിയൂറും കേക്കുകൾ വിപണികളിൽ സജീവമാകാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം. അതിന്റെ അവസാനവട്ട ഒരുക്കങ്ങളിലൊന്നാണ് കേക്ക് മിക്സിംഗ്. ക്രിസ്തുമസ് ആഘോഷത്തോടനുബന്ധിച്ചാണ് ഈ മുന്നൊരുക്കം. ആൽക്കഹോളിക്കുകൾ ചേർത്ത് നിർമ്മിക്കുന്ന കേക്കുകളാണ് സാധാരണ വിപണികളിൽ ലഭ്യമാകാറ്. എന്നാൽ ഈ ക്രിസ്തുമസിന് വർണ്ണക്കടലാസുകളിൽ പൊതിഞ്ഞ് ചില്ലും കോടുകളിലായി കോഴിക്കോട്ടുകാർക്കായി ഫ്രൂട്ട് മിക്സ് കേക്കുകൾ ഒരുങ്ങുകയാണ്. കോഴിക്കോട് ജില്ലയിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു പുത്തൻ പരീക്ഷണം. ഞങ്ങളുടെ ഈ ഒരു കേക്ക് മിക്സിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നോർമലി ക്രിസ്മസ് കേക്ക് മിക്സിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ ആൽക്കഹോൾ, അതായത് റമ്മും വൈനൊക്കെ ഉണ്ടാവും പൊതുവെ, അത് കൂടിയിട്ടാണ് മിക്സ് ചെയ്യുക. സോ റമ്മും വൈനും ഇല്ലാതെ കേക്ക് മിക്സിംഗ് പറ്റില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ട് ആൽക്കഹോൾ ഇല്ലാതെ തന്നെ നോൺ ആൽക്കഹോളിക് വൈൻ യൂസ് ചെയ്തുകൊണ്ട്, ഫ്രഷ് ഫ്രൂട്ട് ജ്യൂസസ് യൂസ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ കേക്ക് ഉണ്ടാക്കാമെന്ന് പ്രൂവ് ചെയ്യാണ് ഞങ്ങൾ ഇപ്രാവശ്യം ചെയ്യുന്നത്. ഫ്രൂട്ട് മിക്സിങ്ങിന് ഇവർ പ്രധാനമായും ഉപയോഗിച്ചത് ആപ്പിൾ ജ്യൂസ്, മുന്തിരി ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ് എന്നിവയാണ്. അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി, ബദാം, കാരക്ക, ജെറി, ബട്ടർ, വാനില, ഫ്ലവർ പൗഡർ, ജിഞ്ചർ പൗഡർ, ബേക്കിംഗ് പൗഡർ എന്നിങ്ങനെ നീളുന്നു കേക്കിന്റെ മധുരക്കൂട്ടുകൾ. സാധാരണ കേക്കുകൾ നിർമ്മിക്കുന്ന രീതിയിൽ തന്നെയായിരിക്കും ഫ്രൂട്ട് കേക്ക് നിർമ്മാണവും. സാധാരണ കേക്കിന്റെ വലിപ്പവും രുചിയും നമ്മുടെ ഫ്രൂട്ട് കേക്ക് അവകാശപ്പെടുന്നുണ്ട്. നവംബർ പകുതിയോടെ കേക്ക് നിർമ്മാണം ആരംഭിക്കുമെങ്കിലും ഡിസംബർ ആദ്യവാരത്തോടുകൂടി കേക്കുകൾ നാവിൻ തുമ്പിലെത്തും. അറപ്പുഴ ജവഹർ ജനശ്രീ സംഘത്തിന്റെ വാഴകൃഷി വിളവെടുപ്പ് നടന്നു. കൃഷി ഓഫീസർ മീര ഉദ്ഘാടനം ചെയ്തു. ജനശ്രീ സുസ്ഥിര വികസന മിഷനോടനുബന്ധിച്ച് ആറപ്പുഴയിൽ രൂപീകരിച്ച ജവഹർ ജനശ്രീ സംഘത്തിന്റെ വാഴകൃഷി വിളവെടുപ്പാണ് നടന്നത്. ജൈവ കൃഷിക്ക് പ്രോത്സാഹനമേകി സംഘത്തിന്റെ നേതൃത്വത്തിൽ ഇതിനോടകം കരനെല്ല് കൃഷി വരെ ചെയ്തിട്ടുണ്ട്. കൃഷി ഓഫീസർ മീര ആദ്യ വിളവെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പച്ചക്കറി കൃഷി വികസന പദ്ധതി പ്രകാരം ചെയ്ത് അവർ സബ്സിഡിയൊക്കെ വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ വർഷം വാഴ ചെയ്യുന്നുണ്ട്. അത് 2-3 തരം വാഴയുണ്ട്. ഞാലിപ്പൂവൻ ചെയ്യുന്നുണ്ട്, അതുപോലെ റോബസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ നേന്ത്രവാഴയും ചെയ്തിട്ടുണ്ട്. സംഘം ചെയർമാൻ കെ കെ മഹേഷ്, പി എം മനോജ്, കെ കെ സജിത്, സി പി പ്രേമൻ തുടങ്ങിയവർ നേതൃത്വം നൽകി.
ക്ലീൻ കോഴിക്കോട് ശുചിത്വ നഗരം സുന്ദര നഗരം പദ്ധതിയുടെ ഭാഗമായി എടക്കാട് 73-ാം വാർഡിൽ ശുചീകരണ പ്രവൃത്തി നടത്തി. വാർഡ് കൌൺസിലർ ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. ക്ലീൻ കോഴിക്കോട് ശുചിത്വ നഗരം സുന്ദര നഗരം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പുതിയങ്ങാടി എടക്കാട് വാർഡിലെ പാലക്കട റോഡിലെ ശുചീകരണ പ്രവൃത്തികൾ ആരംഭിച്ചത്. വാർഡ് കൌൺസിലർ ബാബുരാജ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗാർഹിക ശുചിത്വം, പരിസര ശുചിത്വം, നഗരശുചിത്വം എന്നീ ക്രമത്തിലാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഇതര മാലിന്യങ്ങളും നീക്കം ചെയ്യുന്നത്. കെ ടി രമേശ് ലാൽ, എം എ നാസർ, പി കെ ബഷീർ, സുഭാഷ്, ബൈജു, സുരേഷ് ബാബു തുടങ്ങിയവർ ശുചീകരണ പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകി. ബസ് ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള മാലിന്യങ്ങളും മണ്ണും എടുത്തു നീക്കുന്നതോടെ കാൽനട യാത്രക്കാർക്ക് ഇത് ഏറെ ഉപകാരപ്രദമാണ്. ദേവഗിരി സെന്റ് ജോസഫ് കോളേജിന് സ്വയംഭരണാനുമതി ലഭിച്ചതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഈ മാസം 7-ന് നടക്കും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഔദ്യോഗിക പ്രഖ്യാപനം നടത്തും. ദേവഗിരി സെന്റ് ജോസഫ് കോളേജിന് സ്വയംഭരണ പദവി നൽകുന്നതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഈ മാസം 7-ന് നടക്കും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഓട്ടോണമസ് കോളേജുകൾ വരണം എന്നുള്ള രീതിയിൽ കേരള ബഡ്ജറ്റിൽ അതിനുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വന്നത്. ഇതിന്റെ ഭാഗമായിട്ട് കേരള സർക്കാരും UGCയും അതുപോലെ തന്നെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളും അതിന് പ്രാപ്തരായിട്ടുള്ള കോളേജുകളെ സെലക്ട് ചെയ്ത് UGCക്ക് നെയിം പ്രപ്പോസ് ചെയ്യുകയുണ്ടായി. മന്ത്രി M K മുനീർ, M K രാഘവൻ MP, കലക്ടർ CA ലത തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഭാരതീയ വിദ്യാഭവൻ കോഴിക്കോട് കേന്ദ്രത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ഇന്റർ സ്കൂൾ ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. ടൗൺ ഹാളിൽ നടന്ന ക്വിസ് മത്സരം വൈസ് ചെയർമാൻ VU ഏറാടി ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ വിദ്യാഭവൻ കോഴിക്കോട് കേന്ദ്രത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായാണ് ദ ക്വസ്റ്റ് എന്ന പേരിൽ ഇന്റർ സ്കൂൾ ക്വിസ് മത്സരം സംഘടിപ്പിച്ചത്. ടൗൺ ഹാളിൽ നടന്ന ക്വിസ് മത്സരം വൈസ് ചെയർമാൻ VU ഏറാടി ഉദ്ഘാടനം ചെയ്തു. 40ഓളം ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. താരാകൃഷ്ണൻ, ശ്രീജ ഉണ്ണികൃഷ്ണൻ, സുനന്ദ മേനോൻ, മീര നമ്പ്യാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള NGO യൂണിയന്റെ നേതൃത്വത്തിൽ ഈ മാസം 8-ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ശുചീകരിക്കും. CPIM സംസ്ഥാന സെക്രട്ടറി പിണറായി ശുചീകരണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യും. കേരള NGO യൂണിയന്റെ നേതൃത്വത്തിൽ ഈ മാസം 8-ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ശുചീകരിക്കും. യൂണിയന്റെ കോഴിക്കോട് ജില്ലയിലെ 10 ഏരിയ കമ്മിറ്റികളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 1000 വളണ്ടിയർമാരാണ് പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുക. നേരത്തെയും ഇത്തരം സംരംഭങ്ങളിൽ വളരെ സജീവമായി പങ്കെടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കേരള NGO യൂണിയൻ. അതിന്റെ ഭാഗമായാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 8-ാം തീയതി കോഴിക്കോട് ജില്ലയിലെ 1000 വളണ്ടിയർമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് രാവിലെ 8 മണിക്ക് ശുചീകരണ പ്രവർത്തനം ആരംഭിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. CPIM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ ശുചീകരണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്യും. A പ്രദീപ് കുമാർ MLA അധ്യക്ഷത വഹിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മലബാർ ദീപ്തി എന്ന സംഘടനയുടെ ഔപചാരിക ഉദ്ഘാടനം ഈ മാസം 9-ന് KP കേശവമേനോൻ ഹാളിൽ നടക്കും. മന്ത്രി KM മാണി ഉദ്ഘാടനം ചെയ്യും. കലാ സാമൂഹിക സാംസ്കാരിക സംഘടനയായ മലബാർ ദീപ്തിയുടെ ഔപചാരിക ഉദ്ഘാടനം ഈ മാസം 9-ന് KP കേശവമേനോൻ ഹാളിൽ നടക്കും. മന്ത്രി KM മാണി മലബാർ ദീപ്തിയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കും. മലബാർ ദീപ്തി എന്ന കലാ സാഹിത്യ സാംസ്കാരിക സംഘടന രൂപീകൃതമായിരിക്കുകയാണ്. ഈ സംഘടനയുടെ ഔപചാരികമായ ഉദ്ഘാടനം നവംബർ 9 ഞായറാഴ്ച 2:30-ന് ആദരണീയനായ കേരള ധന നിയമമന്ത്രി ശ്രീ KM മാണി സാർ നിർവഹിക്കുന്നു. താമരശ്ശേരി ബിഷപ്പ് മാർ റെമിൻജിയോ സിഞ്ചനാനിയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തും. M K രാഘവൻ MP മുഖ്യപ്രഭാഷണം നടത്തുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. നയപരവും സംഘടനാപരവുമായ അഭിപ്രായ ഭിന്നതകൾ ശക്തിപ്പെട്ട CPM പ്രതിസന്ധിയിലാണെന്ന് RMP സെക്രട്ടറി N വേണു. പുതിയാപ്പയിൽ മത്സ്യബന്ധനത്തിന് പോയ ബോട്ട് തകർന്നു. സ്വകാര്യ ഗോഡൌണുകളെ ആശ്രയിക്കുന്നതിന് പകരം സിവിൽ സപ്ലൈസ് നടുവട്ടത്തെ CDA ഗോഡൌൺ ഉപയോഗിക്കണമെന്ന് സപ്ലൈകോ ഗോഡൌൺ ജില്ലാ ഡിപ്പോയിലെ സംയുക്ത ട്രേഡ് യൂണിയൻ. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.